അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നിസാഇ സബഖ് 5. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ മൗത്ത് യൗമുൽ ഇസ്നൈൻ. അഖ്ബറനാ ഖുതൈബത്തു ഖാല ഹദ്ദസനാ സുഫിയാനു അൻ സുഹൈരി അൻ അൻസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഖിറു നളറത്തിൻ, അവസാന നോട്ടം, നളർത്തുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് ഞാൻ നോക്കിയ അവസാന നോട്ടം കശ്ഫു സിത്താറ, ആ വിരി നീക്കിയ സമയത്തുള്ള നോട്ടമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഒരു ശക്തമായ രോഗം ബാധിച്ചു അല്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ സ്വഹാബകൾ സൊഫിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് മുത്തനബിയുടെ റൂമിലൊരു വിരി നീക്കി, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്വഹാബാക്കൾ വിചാരിച്ചു മുത്തനബി ഇമാമത്ത് നിൽക്കാൻ വരുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു പിന്നോട്ട് വന്നു. അപ്പോൾ മുത്തനബി ഇശാറത്താക്കി അവിടെ നിൽക്കാൻ. ആ വിരി നീക്കിയ അവസാന നോട്ടമുണ്ടല്ലോ, ആ നോട്ടമാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അവസാനമായി കണ്ടത്. അതാ പറഞ്ഞത് ആഖിറു നളറത്തിന്, അവസാന നോട്ടം, നളർത്തുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് നോക്കിയ അവസാന നോട്ടം കശ്ഫു സിത്താറ, ആ വിരി നീക്കിയ സമയത്തുള്ള നോട്ടമാണ്. വന്നാസു സുഫൂഫുൻ, ഏതസ്ഥയിൽ ജനങ്ങളൊക്കെ സൊഫിട്ട് നിൽക്കുകയാണ്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ. അങ്ങനെ ഫറാദ അബൂബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചു അയർത്തത്ത, പിന്നോട്ടടിക്കലിനെ, പേക്കോട്ടിക്കലിനെ, തിരിച്ചു പോലിനെ ഉദ്ദേശിച്ചു. അങ്ങനെ അഷാറ ഇലയും, അവരിലേക്ക് മുത്തനബി ഇശാറത്താക്കി സൂചന നൽകിയ അനുംകൊസു, അവിടെ നിൽക്കലിനെ. അങ്ങനെ വലഖ സിരിഫ, വിരി, മുത്തനബി വീണ്ടും റൂമിലേക്ക് വന്നിട്ട് ആ വിരിയെ താഴ്ത്തി. അങ്ങനെ വതൂഫിയ മിൻ ആഖിർ ദാലിക്കലും, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി. വദാലിക യൗമുൽ ഇസ്നൈൻ, ആ ദിവസം തിങ്കളാഴ്ച ദിവസമായിരുന്നു. അൽ മൗത്ത് ബിഗൈരി മൗലിദിഹി, തൻ്റെ ജന്മനാട്ടിലല്ലാതെ മരണപ്പെടുക, അതിന് വിരിക്കുന്നുള്ള ആപ്പാണ്. അഖ്ബറന യൂനുസ് ഇബ്നു അബ്ദിൽ അഅല ഖാല അഖ്ബറനി ഇബ്നു വഹബ് ഖാല അഖ്ബറനി ഉഹയ്യ് ഇബ്നു അബ്ദില്ലാഹ് അൻ അബി അബ്ദിറഹ്മാനിൽ ജുബ്രി അൻ അബ്ദില്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല. ബഹുമാനപ്പെട്ടവർ പറയാണ്, മാത്ത റജുലുൻ ബിൽ മദീന, മദീനയിൽ ഒരാൾ മരിച്ചു. മിമ്മൻ ഉലിദ ബിഹ, ആ മദീനയിൽ ജനിക്കപ്പെട്ട കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ മദീനയിൽ മരിച്ചു. മദീനക്കാരനെ, മദീനയിൽ തന്നെയാണ് മരിച്ചത്. അങ്ങനെ ഫസ്വല്ല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. സുമ്മക്കാൽ, പിന്നെ മുത്തനബി പറഞ്ഞു, യാ ലൈതഹു മാത ബിഗൈരി മൗലിദിഹി, തൻ്റെ ജന്മനാട്ടിലല്ലാതെ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മുത്തനബി പറഞ്ഞു. ഇവിടെ മദീനത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫളില്ല എന്നല്ല, മദീനത്ത് മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്തൊക്കെ മുത്തനബി പറഞ്ഞതാണ്. എന്നാൽ പോലും മറ്റു നാട്ടിൽ വന്ന് മദീനത്തിന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നതിന് ഉദ്ദേശം. വേറെ എവിടുന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ മക്കയിൽ നിന്ന് വന്ന് മദീനയിൽ നിന്ന് മരിച്ചാൽ എത്ര നന്നായിരുന്നേനെ. എന്നാൽ അതിൻ്റെ പ്രതിഫലം എന്താ ശേഷം പറയുന്നുണ്ട്. ഖാലു, അപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, വലിമാദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തേ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ഖാൽ, മുത്തനബി പറഞ്ഞു, ഇന്ന റജുല ഇദാ മാത ബിഗൈരി മൗലിദിഹി, തൻ്റെ ജന്മനാട്ടിലല്ലാതെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഖീസ ലഹു, അവനിക്ക് അളക്കപ്പെടും മിൻ മൗലിദിഹി, തൻ്റെ ജന്മനാട്ടിൽ നിന്ന് ഇലാ മുൻഖതിഇ അസരിഹി, തൻ്റെ ആയുസ് മുറിയുന്ന ആ സ്ഥലം വരെയുള്ള ദീർഘം ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ അളക്കപ്പെടും. എങ്ങനെ? ഇന്ന റജുല, തീർച്ചയായും ഒരാൾ, ഇദാ മാത, അവൻ മരിച്ചാൽ ബിഗൈരി മൗലിദിഹി, തൻ്റെ ജന്മനാട്ടിലല്ലാതെ മരിച്ചാൽ, എന്നാലോ ഖീസ ലഹു, അവനിക്ക് അളക്കപ്പെടും മിൻ മൗലിദിഹി, തൻ്റെ ആ ജനിച്ച നാട്ടിൽ നിന്ന് ഇലാ മുൻഖതിഇ അസരിഹി, അവൻ്റെ അവധി, അസറ പറഞ്ഞാൽ അവധി ടച്ചിൽ എന്നാണ് അർത്ഥം, മുറിയുന്ന ആ സമയം വരെയുള്ള ദീർഘമുണ്ടല്ലോ, ദൈർഘ്യം ഫിൽ ജന്ന, സ്വർഗത്തിൽ അളക്കപ്പെടും. ഒരാൾ മരിച്ച്, ഒരാളിപ്പം മക്കക്കാരനാണ്, അങ്ങനെ മദീനയിൽ നിന്ന് മരിച്ചു, എന്നാൽ മക്ക മുതൽ മദീന വരെ എന്ത് ചെയ്യും? അളക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിലെ പദവികൾ കൂടാനും അവിടെയുള്ള വിസ്തീർണം കൂടാനും ഇത് കാരണമാകും. ഇൻഷാ അല്ലാഹ് നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.